പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൊട്ടേഷണൽ മോഷൻ ആൻഡ് സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരുന്നു. സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതലായിട്ടും പഠിച്ചത്. സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ, അതുപോലെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷനും അതിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം കണ്ടുപിടിക്കാനുള്ള മെത്തേഡും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ആംഗുലർ വെലോസിറ്റി എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ആംഗുലർ വെലോസിറ്റിയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ മുൻ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. ലീനിയർ വെലോസിറ്റിക്ക് തത്തുല്യമായിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്നത് എന്താണോ അതാണ് ആംഗുലർ വെലോസിറ്റി. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഉള്ള വെലോസിറ്റിയാണ് ആംഗുലർ വെലോസിറ്റി എന്ന് നമുക്ക് ചുരുക്കത്തിൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലീനിയർ വെലോസിറ്റി ഡിഫറൻ്റ് ആണ് ആംഗുലർ വെലോസിറ്റിയിൽ നിന്നും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു വസ്തു ഒരു ആക്സിസ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഒരു വസ്തു ഈ ആക്സിസിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് പി ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, പി എന്നുള്ള പോയിൻ്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ആക്സിസ്, അതൊരു ഡെൽറ്റ ടി എന്നുള്ള സമയം കഴിയുമ്പോഴേക്കും ഈ പി എന്നുള്ള പോയിൻ്റ് തിരിഞ്ഞിട്ട് പി ഡാഷ് എന്നുള്ള മറ്റൊരു പോയിന്റിലേക്ക് എത്തുകയാണ്. ഓക്കെ, അതിനെടുത്ത ടൈമാണ് ഡെൽറ്റ ടി. അപ്പോൾ നമ്മൾ പുതിയ പോയിന്റിലേക്കുള്ള വെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇതിനിടയിൽ ഇത് ടേൺ ചെയ്ത ആംഗിളാണ് ഡെൽറ്റ തീറ്റ. ഓക്കെ, ഏത് പോയിന്റിലെയും ലീനിയർ വെലോസിറ്റി അതിന് ടാൻജൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ലീനിയർ വെലോസിറ്റി ഉണ്ടാവുക. നമ്മൾ ആംഗുലർ വെലോസിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. സോ ആംഗുലർ വെലോസിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ ഒമേഗ എന്നുള്ള അക്ഷരമാണ്. ഒമേഗ ഈസ് ദ റേഷ്യോ ഓഫ് ആംഗിൾ ടേൺഡ് ഇവിടെ ഡെൽറ്റ തീറ്റയാണ്. ആംഗിൾ ടേൺഡ് ബൈ ടൈം ടേക്കൺ. അതിനെടുത്ത സമയം ഡെൽറ്റ ടി എന്നുള്ള സമയത്തിനാണ് നമ്മൾ ഡെൽറ്റ തീറ്റ എന്നുള്ള ആംഗിൾ ടേൺ ചെയ്തതായിട്ട് പറഞ്ഞത്. ആൻഡ് ഇഫ് ഡെൽറ്റ ടി ഈസ് വെരി സ്മോൾ, വളരെ ചെറിയ സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണ് എങ്കിൽ നമുക്ക് പറയാം ഈ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്നുള്ളതിന് പകരം നമുക്ക് ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയാം. ദാറ്റ് ഈസ് ഒമേഗ ആംഗുലർ വെലോസിറ്റി ഈസ് ഡി തീറ്റ ബൈ ഡി ടി. So this is the equation for angular velocity in terms of angle turned. So omega is d theta by dt. And the relation between linear velocity and angular velocity is v is equal to r omega. ഇത് നിങ്ങൾ മുൻ ചാപ്റ്ററിൽ പഠിച്ചതാണ്. v is equal to r omega. അതേപോലെ മറ്റൊരു ടേമാണ് ആംഗുലർ ആക്സിലറേഷൻ. ആംഗുലർ ആക്സിലറേഷനെ ആൽഫ എന്നാണ് പറയുക. ഓക്കെ, ആൽഫ ഈസ് ഡി ഒമേഗ ബൈ ഡി ടി. ഡി ഒമേഗ, ഇതിനെ വെലോസിറ്റിയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടുന്നത് പോലെ തന്നെ ആംഗുലർ വെലോസിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവാണ് ആംഗുലർ ആക്സിലറേഷൻ. ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓർത്തിരിക്കുക. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനും, അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും ആംഗുലർ വെലോസിറ്റിയുടെയും ആംഗുലർ ആക്സിലറേഷൻ്റെയും ഇക്വേഷൻ ഈ റൊട്ടേഷണൽ മോഷനിൽ ഓർത്തിരിക്കുക. ഇനി നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഒരു വസ്തുവിനെ തിരിയാൻ സഹായിക്കുന്നത്? ഒരു ആക്സിസ് വേണമെന്ന് പറഞ്ഞു. ഒരു ആക്സിസിലാണ് ഒരു ബോഡി ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് റൊട്ടേഷണൽ മോഷൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അതിന് ട്രാൻസ്ലേഷൻ മോഷൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് അതിനെ തിരിയാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിനെ തിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളൊരു വാതിലിൻ്റെ എക്സാമ്പിൾ എടുക്കുക. ഒരു ഡോറ്. ഓക്കെ, ഒരു ഡോർ ഒരു റിജിഡ് ബോഡിയാണ്, ഫിക്സ്ഡ് അലോങ് ആൻ ആക്സിസ്. അതിൻ്റെ വിജാവരിയുള്ള ആ ഭാഗത്തിൽ അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമുക്ക് ഡോറിൽ നമുക്ക് തിരിക്കാൻ പറ്റുക. അപ്പോൾ തിരിക്കണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലേ? സാധാരണഗതിയിൽ റെസ്റ്റിലുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ ആ അവസ്ഥ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണോ പ്രയോഗിക്കുന്നത് അത് ആണ് ഫോഴ്സ് എന്നാണ് നമ്മൾ ഫോഴ്സിൻ്റെ ഡെഫിനിഷനിൽ പറയുക. ഫോഴ്സ് ഈസ് സംതിങ് വിച്ച് ചേഞ്ചസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ലീനിയർ മോഷൻ, അല്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുന്നത് എന്തോ അതാണ് ഫോഴ്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ലീനിയർ മോഷനിൽ. അതേപോലെ തന്നെ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാക്കുന്നത് എന്താണോ അതിനെ നമ്മൾ പറയുക ടോർക്ക് എന്നാണ്. ആ ടേമിലേക്കാണ് നമ്മൾ പോകുന്നത്. ടോർക്ക്, TORQUE. അതിൻ്റെ നൊട്ടേഷൻ, അതിന് എഴുതുന്ന അക്ഷരം ടോ എന്നാണ്.
TAU, ടൗ എന്നോ അല്ലെങ്കിൽ ടോ എന്നോ പറയുന്ന ഗ്രീക്ക് ലെറ്ററാണ് ടോർക്ക് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. സോ ടോർക്ക് ഈസ് ദ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ്, അല്ലെങ്കിൽ തിരിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഫോഴ്സിനെ ആണ് നമ്മൾ ടോർക്ക് എന്ന് പറയുക. അല്ലെങ്കിൽ ലീനിയർ മോഷനിൽ ഫോഴ്സിന് തത്തുല്യമായിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ളതാണ് ടോർക്ക്. ഇറ്റ് ഈസ് ആൻ അനാലഗസ് ടു ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ. അതായത് ടോർക്ക് ഫോഴ്സിന് തുല്യമാണ്. ഫോഴ്സ് ലീനിയർ മോഷനിലാണെങ്കിൽ ടോർക്ക് റൊട്ടേഷണൽ മോഷനിലാണ്. ഓക്കെ, അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ പറയുമ്പം ടോർക്കിൻ്റെ ഇക്വേഷൻ ഇതാണ്: ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നാണ് പറയുക. ഇത് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയും. നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതായത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ അത് ഡോട്ട് പ്രോഡക്റ്റാണ്. എ ഇൻറ്റു ബി ഇൻറ്റു കോസ് തീറ്റയാണ്. അതിനിടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ എ ഡോട്ട് ബീനെ എ ബി കോസ് തീറ്റ എന്ന് പറയും. അതേമാതിരി ക്രോസ് പ്രോഡക്റ്റ് ഉണ്ട്. എ ക്രോസ് ബി ആണെങ്കിൽ എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ അല്ലേ, അതിനെയാണ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുക, വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് പറയും. അതേപോലെ ടോർക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ വെക്റ്റർ വിച്ച് ഈസ് ദ ക്രോസ് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്, where r is the perpendicular distance between the line of action of force. ഫോഴ്സ് പ്രയോഗിക്കുന്ന ഡിസ്റ്റൻസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. സോ ടോർക്ക് ഈസ് ദ റൊട്ടേഷണൽ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ്. ഇനി ടോർക്കിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വാതിലിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. വാതിൽ തുറക്കാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത് വാതിലിൻ്റെ പിടിയുള്ള ഭാഗത്താണ് അല്ലേ. പിടിയുള്ള ഭാഗത്ത് വാതിലിന് പെർപെൻഡിക്കുലറായിട്ട് ഫോഴ്സ് പ്രയോഗിക്കുകയാണെങ്കിൽ, ഇപ്പം ഇങ്ങനെ ഒരു വാതിൽ, ഇതിന് ഇവിടെ ഇതാണ് ഇതിൻ്റെ ഈ ആക്സിസ്, ഇവിടെയാണ് വിജാവരി ഉള്ളത്. ഈ ആക്സിസ് വെച്ചിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത്. ഫോഴ്സ് ഈ ഡയറക്ഷനിൽ അങ്ങോട്ടാണ് ഫോഴ്സ് പ്രയോഗിക്കുന്നത്. അപ്പം ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാക്കുന്ന ക്രോസ് പ്രോഡക്റ്റാണ് ഇവിടെ ടോർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രയോഗിക്കുന്ന ഫോഴ്സ് കുറേ ഇപ്പുറത്തേക്കാണെങ്കിലോ, അതായത് വിജാവരിയുടെ കുറേയും കൂടെ അടുത്തേക്കാണെങ്കിലോ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ് അല്ലേ. വാതിൽ തള്ളി തുറക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഇങ്ങേ അറ്റത്ത് പിടിക്കുകയാണെങ്കിലോ നമുക്ക് ഈസി ആയിരിക്കും. ആറ് കൂടുകയാണ് ഇവിടെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോഴ്സ് പ്രയോഗിച്ചാൽ മതി. ആ മിനിമം ടോർക്ക് കിട്ടാൻ വേണ്ടി, അത് തുറക്കാനുള്ള മിനിമം ടോർക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി. അതേസമയം ആറ് കുറവാണെങ്കിൽ, വിജാവരിയുടെ അടുത്താണ് നമ്മൾ തള്ളുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തള്ളേണ്ടി വരും, കൂടുതൽ ഫോഴ്സ് പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് ടോർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ടോർക്ക് ഈസ് ദ റൊട്ടേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ്. ഇനി ടോർക്കിൻ്റെ നമ്മൾ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ, this is a coordinate system in which a point P is placed. P യുടെ പൊസിഷൻ വെക്ടറാണ് R. പൊസിഷൻ വെക്ടറാണ് R. ഈ Pയിലാണ് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ വിചാരിക്കുക. Pയിലേക്കൊരു ഫോഴ്സ് പ്രയോഗിക്കുകയാണ് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് വരികയാണ്. അതായത് പൊസിഷൻ വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. പോയിൻ്റ് പിയിൽ ഫോഴ്സ് പ്രയോഗിച്ചു. ഈ ഫോഴ്സ് ഈ പി എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. നമ്മളിവിടുത്തെ ടോർക്കിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി നമുക്കറിയാം ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞു. അപ്പം ഇത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. അത് ഈ ഒറിജിനുമായിട്ടുണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 90 ഡിഗ്രിയിൽ എടുക്കുമ്പം, ഇവിടെ 90 ഡിഗ്രി വെച്ചു. ഇത് ഒറിജിനാണ്. ON എന്നുള്ളതാണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും ഒറിജിനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ON. അപ്പോൾ ON എന്നുള്ളത് ഈ ട്രയാങ്കിൾ, ഫ്രം ട്രയാങ്കിൾ OPN നോക്കിയാൽ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇപ്പുറത്തുള്ള ഈ ആംഗിളും തീറ്റ ആയിരിക്കും. രണ്ട് ലൈൻ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണ്. സോ വി ക്യാൻ സേ സൈൻ തീറ്റ. ഈ ട്രയാങ്കിളിന് സൈൻ തീറ്റ എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ON ബൈ ഹൈപ്പോട്ട്ന്യൂസ് ഇതാണ് R. സോ ON ഇസ് ഈക്വൽ ടു R സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടോ ഇസ് ഈക്വൽ ടു R ക്രോസ് എഫ്. R ക്രോസ് എഫിനെ നമുക്കിങ്ങനെ പറയാം, R ഇൻറ്റു എഫ് ഇൻറ്റു സൈൻ തീറ്റ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു R സൈൻ തീറ്റ ഇൻറ്റു എഫ് എന്ന് പറയാം. R സൈൻ തീറ്റ ഇൻറ്റു എഫ് എന്ന് പറയാം. ഇവിടെ ഈ R സൈൻ തീറ്റ അല്ലേ ON, ദാറ്റ് ഈസ് R സൈൻ തീറ്റ ഈസ് ON ഇൻറ്റു എഫ്.
So ON is the perpendicular distance between the line of action of the force from the origin. അങ്ങനെയാണ് നമ്മൾ r sin theta into f അല്ലെങ്കിൽ ON into f എന്നുള്ളത് ടോർക്ക് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടോർക്ക്. ആൻഡ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് ആർ എഫ് സൈൻ തീറ്റ എന്നും പറയാം, അത് തന്നെയാണ് നേരത്തെ എഴുതിയിട്ടുള്ളത്. ആൻഡ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0, തീറ്റ 0 ആണെങ്കിൽ ടോർക്കിൻ്റെ വാല്യൂ എന്താവും നോക്കൂ. സൈൻ തീറ്റ സൈൻ 0 എന്ന് വരും. സൈൻ 0യുടെ വാല്യൂ 0 ആണ്. സോ ടോ ഈസ് ഈക്വൽ ടു 0, ടോർക്ക് മിനിമം. അതേപോലെ തന്നെ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 180 ആണെങ്കിൽ, തീറ്റ 180 ആണെങ്കിലോ ആർ ഇൻറ്റു എഫ് ഇൻറ്റു സൈൻ 180 എന്ന് വരും. സൈൻ 180യുടെ വാല്യൂം 0 ആണ്. സോ ടോ ഈസ് ഈക്വൽ ടു 0. സോ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഓർ 180, ടോർക്ക് ദ വാല്യൂ ഓഫ് ടോർക്ക് ഈസ് 0. ആൻഡ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90, തീറ്റ 90 ആകുമ്പോൾ ആർ ഇൻറ്റു എഫ് ഇൻറ്റു സൈൻ 90. സൈൻ 90 എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ മാക്സിമം വാല്യൂ ആണ്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ എഫ് വിച്ച് ഈസ് ദ മാക്സിമം വാല്യൂ ഒബ്റ്റെയിൻഡ് ഫോർ ടോർക്ക്. അതാണ് നേരത്തെ ഞാൻ വാതിലിൻ്റെ കേസിൽ പറഞ്ഞു. വാതിൽ ഇങ്ങനെ ഉണ്ട്, നമ്മൾ എഫ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ആർ ഇതാണ്, ആറും എഫും തമ്മിൽ പെർപെൻഡിക്കുലറാണ്, ഇപ്പോൾ മാക്സിമം ടോർക്ക് കിട്ടുന്നു. അതേസമയം നമ്മൾ ആറിന് പാരലലായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിലോ, അതായത് വാതിൽ പലകയ്ക്ക് പാരലലായിട്ട് അതിന് സമാന്തരമായിട്ട് ഫോഴ്സ് പ്രയോഗിച്ചാലോ അത് നീങ്ങില്ല, അല്ലെ, അത് റൊട്ടേറ്റ് ചെയ്യില്ല. സോ ഇവിടെ ഈ കേസിൽ നമുക്ക് ഫോഴ്സ് ആറും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. സോ നോ ടോർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്. അത് തിരിച്ചാണ് ആണെങ്കിൽ പോലും എഫ് അങ്ങോട്ടായാലും എഫ് ഇങ്ങോട്ടായാലും ഒന്ന് ആംഗിൾ 0 ആണ്, ഒന്ന് 180 ആണ്, അപ്പോഴൊന്നും ടോർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ പരിചയമുള്ളതാണ്. സോ ടോർക്ക് ഈസ് ദ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം, ടോർക്ക് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ടോർക്കിൻ്റെ ഡയമെൻഷണൽ ഫോമുല ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ദറ്റ് ഈസ് ഡയമെൻഷണൽ ഫോമുല ആർ ക്രോസ് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നാണ് പറഞ്ഞത്. ദറ്റ് ഈസ് ആർ നമുക്ക് അറിയാം, ഡയമെൻഷണൽ ഫോമുല ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എൽ ആണ്, ഇൻ ടു എഫ് എം എൽ ടി റേസ് ടു -2 ആണ്. ടോട്ടലായിട്ട് വരുമ്പം എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഈസ് ദ ഡയമെൻഷണൽ ഫോമുല ഓഫ് ടോർക്ക്. ആൻഡ് വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് ടോർക്ക്? ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ, ന്യൂട്ടൺ മീറ്റർ. നിങ്ങൾ വർക്കിൻ്റെ ഇത് കാര്യവുമായിട്ട് ടോർക്കിനെ കമ്പയർ ചെയ്യരുത്. വർക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. വർക്കും ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് തന്നെയാണ്, പക്ഷേ വർക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. വേർ ടോർക്ക് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ളത് കണ്ടീഷൻ എടുക്കുന്നത് കൊണ്ടാണ് ഇത് വെക്റ്ററായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ അക്ഷരം എൽ ആണ്. ക്യാപിറ്റൽ എല്ലിലാണ് ആംഗുലർ മൊമെൻറ്റം എഴുതുക. ആംഗുലർ മൊമെൻറ്റം ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്നാണ്. ലീനിയർ മൊമെൻറ്റത്തിൻ്റെ മൊമെൻ്റാണ് ആംഗുലർ മൊമെൻറ്റം. മൊമെൻ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുന്നതിനെയാണ് മൊമെൻ്റ് എന്ന് പറയുക. കഴിഞ്ഞ ദിവസം നമ്മൾ എം ഇൻറ്റു ആർ എന്നുള്ളത് മൊമെൻ്റാണ് എന്ന് പറഞ്ഞിരുന്നു. അതേമാതിരി ഇവിടെ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ മൊമെൻറ്റിനെയാണ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം, ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എബൌട്ട് ദ റൊട്ടേറ്റിംഗ് ആക്സിസ്. ആക്സിസും ലീനിയർ മൊമെൻറ്റം പ്രയോഗിക്കുന്ന ഡയറക്ഷനും തമ്മിലുള്ള ലൈൻ ഓഫ് ആക്ഷനും ലീനിയർ മൊമെൻറ്റവും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഇതും വെക്ടറാണ്. L is equal to R cross P. So angular momentum we can say it is the moment of, moment എന്ന് പറഞ്ഞാൽ into R ചെയ്യുന്നതിനാണ് ഞാൻ പറഞ്ഞു moment എന്ന് പറയുക. അപ്പോൾ moment of linear momentum or it is the product of linear momentum and the perpendicular distance between the line of action of linear momentum and the axis of rotation. Okay. ഈ ലീനിയർ മൊമെൻറ്റ് ആംഗുലർ മൊമെൻറ്റത്തിൽ നിന്ന് നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ, ഇപ്പോൾ നമ്മൾ പഠിച്ച ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ടോർക്ക്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്, റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ടോർക്ക്. നോക്കുക, നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ തന്നെയാണ് എഴുതുന്നത്. എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഇതിന് ഞാൻ ഡി എൽ ബൈ ഡി ടി എടുക്കുകയാണ്, ഡെറിവേറ്റീവ് ഓഫ് എൽ, അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് അതേപോലെ ചെയ്യണം. ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ആണ് ചെയ്യേണ്ടത്.
d/dt ഓഫ് ആർ ക്രോസ് പി. ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിഫറൻഷ്യേറ്റ് എടുക്കാൻ നമുക്കൊരു പ്രോഡക്റ്റ് റൂൾ ഉണ്ട്. അതിതാണ് d/dt ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു, ഇതാണ് അതിൻ്റെ റൂള്, എക്സ് dy/dt പ്ലസ് വൈ dx/dt. ഇതാണ് അതിൻ്റെ റൂള്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സിൻ്റെ സ്ഥാനത്ത് ആറും പിയുടെ സ്ഥാനത്ത് വൈയും. അപ്പം അതേപോലെ ചെയ്യുകയാണ്. എക്സ് dy/dt, അതായത് ആർ ക്രോസ് dp/dt പ്ലസ് വൈ dx/dt, ദാറ്റ് ഈസ് പി ക്രോസ് dr/dt. ഇങ്ങനെ ചെയ്തു. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ dl/dt ആണ്, r cross dp/dt. r cross dp/dt is rate of change of momentum, that is force, r cross f, plus p cross dr/dt, rate of change of displacement or distance, that is velocity. That is equal to r cross f എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, r cross f is torque plus ഈ p cross v എന്ന് പറഞ്ഞാൽ, p എന്നുള്ളത് നമുക്കറിയാം ലീനിയർ മൊമെൻറ്റം ഈസ് m ഇൻറ്റു v ആണ്. m ഇൻറ്റു വി ക്രോസ് വി എന്ന് വരും. ഈ വി ക്രോസ് വി എന്ത് വരും എന്ന് ആലോചിച്ച് നോക്കിയേ. വി ക്രോസ് വി, വി ഇൻറ്റു സൈൻ തീറ്റ, വി ഇൻറ്റു സൈൻ ഓഫ്, വിക്കും ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്, സൈൻ 0 ആണ്, തീറ്റ 0 ആണ്. അപ്പം മൊത്തത്തിൽ 0 ആയി, അതായത് ഈ ടേം 0 ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ പ്ലസ് 0 അല്ലെങ്കിൽ ടോ. എന്താണ് ലെഫ്റ്റ് സൈഡിൽ? dl/dt. So dl/dt is equal to tau, അല്ലെങ്കിൽ tau is equal to, relation between tau and angular momentum is tau is equal to dl/dt. ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ടോർക്ക്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇത് ലീനിയർ മൊമെൻറ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ്. അത് ലീനിയർ മോഷനിൽ പഠിക്കുന്നതാണ്. അതിന് തുല്യമായിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഫോഴ്സിന് തുല്യമായിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള ടോർക്കാണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ടോർക്ക്. ടോ ഇസ് ഈക്വൽ ടു dl/dt. അതിൻ്റെ ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് മറ്റൊരു മെത്തേഡിൽ കൂടി ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കാനുണ്ട്, അത് പിന്നീടാവാം. ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കൺസർവേഷൻ ലോ ആണ്. ദാറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ. ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ നമ്മൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പഠിച്ചതാണ്. അതേപോലെ ആംഗുലർ മൊമെൻറ്റവും കൺസേർവ്ഡ് ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, the total angular momentum of the system remains constant or conserved. If there is no external torque, force alla, if there is no external torque, the total angular momentum remains to be conserved or constant. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ടോ ഇസ് ഈക്വൽ ടു dl/dt എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തു. ടോ ഇസ് ഈക്വൽ ടു dl/dt. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക് എന്നാണ് പറയുന്നത്. ടോ ഇസ് ഈക്വൽ ടു 0. എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല. So we can say dl/dt equal to 0. dl/dt 0 എന്ന് വെച്ചാൽ ടൈം അല്ല 0 ആവുന്നത്, dl ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം dl is equal to 0. ടൈം അല്ല 0 ആവുന്നത്, dl ആണ് 0 ആവുന്നത്. dl ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിലെ ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇല്ല. ദാറ്റ് മീൻസ് L equal to constant. So this is the proof for angular momentum conservation. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ലീനിയർ മൊമെൻറ്റം കൺസർവേഷൻ പോലെ തന്നെ ആംഗുലർ മൊമെൻറ്റവും കൺസർവേഷനും പഠിക്കുക. ടോ ഇസ് ഈക്വൽ ടു dl/dt. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, ടോ ഈക്വൽ ടു 0. സോ dl/dt ഈക്വൽ ടു 0, dl ഈക്വൽ ടു 0, ആൻഡ് therefore L ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. സോ ദിസ് ഈസ് ദ പ്രൂഫ് ഫോർ ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ. ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ നമുക്ക് ഒരുപാട് കേസുകളിൽ വരുന്നതാണ്. നമുക്ക് അതത് ഘട്ടങ്ങളിൽ അതിനെക്കുറിച്ച് പറയാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി. ഇക്വിലിബ്രിയം നമുക്കറിയാം. ഒരു വസ്തു ഇക്വിലിബ്രിയത്തിലായിരിക്കണമെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കണം എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്, അല്ലേ? ഒരു വസ്തു ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കണം. ഒരു ഭാഗത്തേക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ വസ്തു ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലല്ല.
പക്ഷേ ഇനി അങ്ങനെ പറഞ്ഞാൽ പോരാ. അതായത് ഒരു വസ്തു ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവരുത്. അതായത് ടോട്ടൽ ഫോഴ്സ് ഉണ്ടാവരുത്, ടോട്ടൽ ടോർക്ക് ഉണ്ടാവരുത്. അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. രണ്ട് തരത്തിലും ഇക്വിലിബ്രിയം ആവശ്യമാണ്. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. രണ്ട് തരത്തിലും ഇക്വിലിബ്രിയത്തിലായെങ്കിൽ മാത്രമേ ഒരു വസ്തു ടോട്ടൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുള്ളൂ. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ വസ്തുവിൻ്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 ആവണം. അതായത് അതിൻ്റെ മുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫോഴ്സ് ഉണ്ടാവരുത്. ഫോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം കൂടി ക്യാൻസലായിട്ട് 0 ആവണം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ടോർക്ക് ഉണ്ടാവരുത്, റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവരുത്, അത് ഒരു ഭാഗത്തേക്കും കറങ്ങരുത്. അഥവാ ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ആയിരിക്കണം. സോ ഇഫ് ബോത്ത് a body is in translational equilibrium and rotational equilibrium, the body can be considered to be in equilibrium. വസ്തു നിശ്ചലമായിട്ട് നിൽക്കണമെങ്കിൽ ട്രാൻസ്ലേഷണൽ പ്ലസ് നിശ്ചലമായിട്ടല്ല ഇക്വിലിബ്രിയത്തിൽ നിൽക്കണമെങ്കിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ടോട്ടൽ ഇക്വിലിബ്രിയത്തിൽ ആവുകയുള്ളൂ. ചില വസ്തുക്കൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും, പക്ഷേ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ഉണ്ടാകും. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലല്ല, അതേസമയം ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. അതേസമയം ചില വസ്തുക്കൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കാം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കാം, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കണം എന്നില്ല. കറങ്ങുന്നില്ല, പക്ഷേ നിരങ്ങി നീങ്ങുന്നുണ്ട്. അപ്പോൾ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലല്ല, പക്ഷേ റൊട്ടേഷൻ ചെയ്യാത്തത് കൊണ്ട് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഇക്വിലിബ്രിയം, പാർഷ്യൽ ഇക്വിലിബ്രിയം ഉണ്ട്. നമുക്ക് രണ്ടും ടോട്ടൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കപ്പിൾ എന്നുള്ള ടേമാണ്. കപ്പിൾ എന്ന് വെച്ചാൽ if there are two equal and opposite forces acting on a body, they are called a couple. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഒരേ വസ്തുവിൻ്റെ മുകളിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് കപ്പിൾ എന്ന് പറയുക. ഇപ്പോൾ നമ്മളൊരു കുപ്പിയുടെ മൂടി തുറക്കുകയാണെന്ന് വിചാരിച്ചോ, കുപ്പിയുടെ മൂടി ഒരു വിരൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് ഫോഴ്സ് പ്രയോഗിക്കുന്നു, ഒരു വിരൽ കൊണ്ട് മറ്റേ ഭാഗത്തേക്ക് ഫോഴ്സ് പ്രയോഗിക്കുന്നു. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കപ്പിൾ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, രണ്ടിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻ്റ് ആണ്, അല്ലേ? പ്രയോഗിക്കുന്ന ദിശ രണ്ടും ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള ഫോഴ്സുകളെയാണ് കപ്പിൾ എന്ന് പറയാം. അപ്പോൾ ആ കാര്യം കൂടെ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒന്നും കൂടെ പറയാം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്, ഒരു ബോഡി ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിൽ വെച്ചിരിക്കുകയാണെന്ന് നോക്കുക. ഒരു വടി അല്ലെങ്കിൽ ഒരു റോഡ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ ഈ പോയിന്റിൽ. ഇതിൻ്റെ ഇവിടെ ഒരു മാസ് ഉണ്ട് M1, ഇവിടെ മറ്റൊരു മാസ് ഉണ്ട് M2. ഓക്കെ, ഇത് താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ് F1, ഇത് താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ് F2. ഇതിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും F1, ഇതിൻ്റെ വെയിറ്റ് F2 താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ താഴേക്ക് വീഴുന്നില്ല, പക്ഷേ കാരണം ഇവിടെ ഇത് കെട്ടി വെച്ചിട്ടുണ്ട്, തൂങ്ങിക്കിടക്കുകയാണ്. ഓക്കെ, തൂങ്ങിക്കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ കാരണം ഇതിന് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണുള്ളത്. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഇത് താഴേക്ക് പോകുന്നതിന് നീങ്ങുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ഇനി ഇത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലും കൂടിയാണ്, കാരണം ഇത് കറങ്ങുന്നില്ല, ഇതിങ്ങനെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് D1ഉം ഇപ്പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് D2മാണ് നേരിക്കുക. ഇത് സെൻറ്റർ ഓഫ് മാസിലാണ് തൂക്കിയിട്ടുള്ളത്. ഇത് D2മാണ്, ഇവിടുന്ന് D1ഉമാണ് ഡിസ്റ്റൻസ് എങ്കിൽ ടോർക്ക്, അതിൻ്റെ മുകളിലുള്ള ടോർക്ക്, ഇവിടെ ഉണ്ടാക്കുന്ന ടോർക്ക് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് F1 D1 ആണ്. ഇവിടെയുള്ള ഉണ്ടാക്കുന്ന ടോർക്ക് F2 D2 ആണ്. ഈ രണ്ട് ടോർക്കും ഈക്വലാണ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. അതായത് ഇതിൻ്റെ തമ്മിലുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടോർക്ക് ഈക്വലാണ്. അപ്പോൾ അത് റൊട്ടേറ്റും ചെയ്യുന്നില്ല, ട്രാൻസ്ലേഷണൽ മോഷനും ഇല്ല. സോ ദ ബോഡി ഈസ് ഇൻ ഫുൾ ഇക്വിലിബ്രിയം. അപ്പം F1 ഇൻറ്റു D1 ഈക്വൽ ടു F2 ഇൻറ്റു D2 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ലിവർ ആമിൻ്റെ പ്രിൻസിപ്പിളൊക്കെ പോലെ ഇങ്ങനെയും പറയാം, F1 ബൈ F2 ഈക്വൽ ടു D2 ബൈ D1 എന്നും പറയാം. ദിസ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രാക്ടിക്കലൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ കാര്യം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ടോട്ടൽ അതിൻ്റെ വെയിറ്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് ആ പോയിൻറ്റിനെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, പുതിയ കാര്യങ്ങൾ. ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ, അത് കഴിഞ്ഞിട്ട് ടോർക്ക്, ആംഗുലർ മൊമെൻറ്റം, അതുപോലെ ടോർക്കും ആംഗുലർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ
ഇത്രയാണ് കാര്യമായിട്ട് പഠിച്ചത്. പിന്നെ ഇക്വിലിബ്രിയത്തിൻ്റെ കാര്യം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പ്ലസ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയമാണ് ടോട്ടൽ ഇക്വിലിബ്രിയത്തിന് വേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ പഠിച്ചെടുക്കുക. ശരി.